Hi, I'm Shamir. Learn English through conversation. If you want to speak English, you have to do two things. Listen again and again. Try to say what you heard. You don't have to learn all the grammar rules. Even if you learn all the grammar rules, you will not be able to speak English. If you want to speak English, you must practice. Unless you practice, you cannot speak English. Please watch the video till the end. Definitely this video will help you to learn English. ആർ യു ഓക്കെ? നിനക്ക് സുഖമാണോ? യെസ്, അതെ, ഐ ആം ഓക്കെ. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ആം ക്ലീനിങ് മൈ റൂം. ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർ യു ബിസി? നീ തിരക്കിലാണോ? യെസ്, അതെ, ഐ ആം വെരി ബിസി. ഞാൻ വളരെ തിരക്കിലാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം നൗ. എനിക്ക് ഇപ്പോൾ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് എന്നാൽ എനിക്ക് ഇല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നോ, ഇല്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഈസ് ഇറ്റ് റെഡി? ഇത് തയ്യാറാണോ? റെഡിയാണോ? എവരിത്തിങ് ഈസ് റെഡി. എല്ലാം തയ്യാറാണ്. ആർ യു ബിസി? നീ തിരക്കിലാണോ? യെസ്, അതെ, ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേർ ഈസ് ദ ഫാർമസി? ഫാർമസി എവിടെയാണ്? ഇറ്റ് ഈസ് നിയർ ദ സൂപ്പർ മാർക്കറ്റ്. അത് സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ്. വേർ ഈസ് എൻ എ ടി എം? ഒരു എ ടി എം കൗണ്ടർ എവിടെയാണ്? ബിഹൈൻഡ് ദ ബാങ്ക്. ബാങ്കിന് പിറകിലാണ്. ബിഹൈൻഡ് എന്നാൽ പിറകിൽ. ഹൗ ഈസ് ബിസിനസ്? ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് ഈസ് ഗുഡ്. ബിസിനസ് വളരെ നല്ല രീതിയിൽ പോകുന്നു. വെൻ ഡു യു ഗെറ്റ് ഓഫ് വർക്ക്? നീ എപ്പോഴാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങാറ്? ഗെറ്റ് ഓഫ് എന്നാൽ ഇറങ്ങുക. വെൻ ഡു യു ഗെറ്റ് ഓഫ് വർക്ക്? നീ എപ്പോഴാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങാറ്? ഐ ഗെറ്റ് ഓഫ് വർക്ക് അറ്റ് 6. ഞാൻ വൈകുന്നേരം 6 മണിക്കാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങാറ്. വേർ ഡസ് ഇറ്റ് ഹേർട്ട്? എവിടെയാണ് വേദനിക്കുന്നത്? ഹിയർ, ഇവിടെ. ഇവിടെയാണ് വേദനിക്കുന്നത്. ഹൗ ഈസ് ദ വെദർ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. ഇന്ന് വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നീ എവിടേക്കാണ് പോകാൻ താൽപ്പര്യപ്പെടുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഗോ ഷോപ്പിംഗ്. ഞാൻ ഷോപ്പിങ്ങിന് പോകാനാണ് താൽപ്പര്യപ്പെടുന്നത്. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നീ എവിടേക്കാണ് പോകാൻ താൽപ്പര്യപ്പെടുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഗോ ഹോം. ഞാൻ വീട്ടിൽ പോകാനാണ് താൽപ്പര്യപ്പെടുന്നത്. വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ്? ഐ ആം ഫ്രം അമേരിക്ക. ഞാൻ അമേരിക്കയിൽ നിന്നാണ്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? നിൻ്റെ ജന്മദിന ദിവസം എന്നാണ്? മൈ ബർത്ത്ഡേ ഈസ് ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് എൻ്റെ ജന്മദിന ദിവസം. വെൻ ആർ യു ലീവിങ്? നീ എന്നാണ് പോകുന്നത്? എപ്പോഴാണ് പോകുന്നത്? ഐ ആം ലീവിങ് ടുമോറോ. ഞാൻ നാളെയാണ് പോകുന്നത്. വേർ ഈസ് ദ ക്ലോസസ്റ്റ് റെസ്റ്റോറൻറ്റ്? ഏറ്റവും അടുത്തുള്ള, ഇവിടെ അടുത്ത് എവിടെയാണ്? ഭക്ഷണശാല. ദർ ഈസ് എ റെസ്റ്റോറൻറ്റ് ഓവർ ദർ. അവിടെ ഒരു ഭക്ഷണശാല ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് നല്ലതാണെന്ന്. വാട്ട് ടൈം ഈസ് ചെക്ക് ഔട്ട്? ചെക്ക് ഔട്ട് എന്നാൽ ബില്ല് കൊടുത്ത് ഹോട്ടൽ ഒഴിയുക. ഏത് സമയത്താണ് ഹോട്ടൽ ഒഴിയുന്നത്? 11:30, 11:30. വാട്ട് ഡസ് ഹീ ഡു ഫോർ വർക്ക്? അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഹീസ് എൻ എൻജിനീയർ. അവൻ ഒരു എൻജിനീയറാണ്. ഈസ് ഇറ്റ് റെയിനിങ്? മഴ പെയ്യുന്നുണ്ടോ? യെസ്, അതെ, ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ട്. ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിൻ്റെ അടുത്ത് എത്ര പണമുണ്ട്? ഐ ഡോണ്ട് ഹാവ് എനി മണി. എൻ്റെ അടുത്ത് ഒരു പണവുമില്ല, ഒട്ടും പണമില്ല. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? ഇതിൻ്റെ രുചി എങ്ങനെയുണ്ട്? ഇറ്റ് ഈസ് ഡെലീഷ്യസ്. ഇത് വളരെ രുചികരമാണ്. ഹൗ മച്ച് മണി ഡു യു മേക്ക്? നീ എത്ര പണമാണ് ഉണ്ടാക്കുന്നത്? $6 പെർ അവർ. ഒരു മണിക്കൂർ കൊണ്ട് $6 ഉണ്ടാക്കുന്നത്. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? നീ എത്ര ഭാഷകൾ സംസാരിക്കും? ഐ സ്പീക്ക് 2 ലാംഗ്വേജസ്. ഞാൻ 2 ഭാഷകൾ സംസാരിക്കും. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നിനക്ക് എത്ര കുട്ടികൾ ഉണ്ട്? ഐ ഹാവ് 3 ചിൽഡ്രൻ. എനിക്ക് 3 കുട്ടികൾ ഉണ്ട്. 2 ഗേൾസ് ആൻഡ് 1 ബോയ്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. ഹൗ ഈസ് ഷീ? അവൾ എങ്ങനെ ഉണ്ട്? ഷീ ഈസ് പ്രെട്ടി. അവൾ സുന്ദരിയാണ്. ഹൗ ഫാർ ഈസ് ഇറ്റ്? അത് എത്ര ദൂരെയാണ്? എബൌട്ട് 300 കിലോമീറ്റേഴ്സ്. ഏകദേശം 300 കിലോമീറ്റർ ദൂരമാണ്. ഡു യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ്? നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കാറുണ്ടോ?
സോറി മാപ്പ് ഇല്ല. വി ഓൺലി അക്സെപ്റ്റ് ക്യാഷ്. ഞങ്ങൾ പണം മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട്? നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ? നോ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ ഗേൾ ഫ്രണ്ട്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ല. ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ സാധിക്കുമോ? യെസ് അതെ. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ആർ യു ഷുവർ? നിനക്ക് ഉറപ്പുണ്ടോ? നോ ഇല്ല. ഐ ആം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. ആർ യു മാരീഡ്? നീ വിവാഹിതയാണോ? നോ അല്ല. ഐ ആം നോട്ട് മാരീഡ്. ഞാൻ വിവാഹിതയല്ല. ആർ യു റെഡി? നീ തയ്യാറാണോ? നോ അല്ല. ഐ ആം നോട്ട് റെഡി യെറ്റ്. ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? യെസ് അതെ. ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നുണ്ട്. ആർ യു അഫ്രൈഡ്? നീ ഭയപ്പെടുന്നുണ്ടോ? നോ ഇല്ല. ഐ ആം നോട്ട് അഫ്രൈഡ്. ഞാൻ ഭയപ്പെടുന്നില്ല. വാട്ട് ടൈം ഡസ് ഇറ്റ് സ്റ്റാർട്ട്? അത് എത്ര മണിക്കാണ് ആരംഭിക്കാറ്? 8:45 AM. അത് രാവിലെ 8:45 ആരംഭിക്കാറ്. വെൻ വിൽ ഹി ബി ബാക്ക്? അവൻ എപ്പോൾ തിരിച്ചു വരും? ഹി വിൽ ബി ബാക്ക് ഇൻ 20 minutes. 20 മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചു വരും. ഹൂ വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ടു? നീ ആരോടാണ് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നത്? ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ സ്മിത്ത് പ്ലീസ്. ഞാൻ മിസ്റ്റർ സ്മിത്തിനോടാണ് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നത്. ആർ യു ഗുഡ് അറ്റ് കുക്കിംഗ്? നീ പാചകത്തിൽ നല്ല കഴിവുള്ള വ്യക്തിയാണോ? നോ ഐ ആം നോട്ട്. ഞാൻ അല്ല. ആർ യു ഫ്രീ ദിസ് സൺഡേ? ഈ ഞായറാഴ്ച നിനക്ക് ഒഴിവാണോ? നീ ഫ്രീ ആണോ? യെസ് ഐ ആം. അതെ ഞാൻ ഫ്രീ ആണ്. വാട്ട് ടൈം വുഡ് യു ബി ഏബിൾ ടു കം? നിനക്ക് ഏത് സമയത്താണ് വരാൻ സാധിക്കുക? ഏബിൾ എന്നാൽ സാധ്യമാകുക. ടു കം വരാൻ. അറ്റ് 8. 8 മണിക്കാണ് എനിക്ക് വരാൻ സാധിക്കുക. വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? ടേക്ക് മീ ടു ദ എയർപോർട്ട് പ്ലീസ്. എന്നെ ദയവായി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകൂ. ഹാവ് യു ഗോട്ട് ദാറ്റ്? നിനക്ക് അത് ലഭിച്ചോ? യെസ് ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് അത് ലഭിച്ചു. ഹാവ് യു ട്രൈഡ് ചൈനീസ് ഫുഡ്? നീ ചൈനീസ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നോ ഇല്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ട്രൈ. പക്ഷെ ഞാൻ അത് കഴിക്കാൻ താൽപ്പര്യപ്പെടുന്നു. വാട്ട് ഡസ് ലേബർ മീൻ? ലേബർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ടു വർക്ക് ഹാർഡ്. കഠിനമായി ജോലി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഫാമിലി? നിൻ്റെ കുടുംബത്തിൽ എത്ര ആളുകൾ ഉണ്ട്? വി ആർ എ ഫാമിലി ഓഫ് 3. ഞങ്ങൾ 3 പേരടങ്ങുന്ന കുടുംബമാണ്. വി ഹാവ് എ 1 ചൈൽഡ് എ സൺ. ഡോണ്ട് യു തിങ്ക് സോ? നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? യെസ് അതെ. ഐ അഗ്രി വിത്ത് യു. എനിക്ക് അങ്ങനെ തോന്നുന്നു. നിന്നോട് ഞാൻ യോജിക്കുന്നു. ക്യാൻ ഐ ഗിവ് യു എ ഹാൻഡ്? ഞാൻ നിന്നെ സഹായിക്കണോ അല്ലെങ്കിൽ സഹായിച്ചോട്ടെ? ഇതൊക്കെയാണ് അർത്ഥം. യെസ് അതെ. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഹെൽപ്പ്. അത് വളരെ നല്ല സഹായമായിരിക്കും. ദ ബാഗ് ഈസ് സോ ഹെവി. ഈ ബാഗിന് വളരെ അധികം കനമുണ്ട്. ഈസ് ഇറ്റ് ബോദറിങ് യു? ഇത് നിന്നെ അലോസരപ്പെടുത്തുന്നുണ്ടോ? യെസ് അതെ. പ്ലീസ് ഡോണ്ട് യൂസ് ദ ഫോൺ വിത്തൗട്ട് ആസ്കിങ്. ദയവായി എൻ്റെ ഫോൺ ചോദിക്കാതെ ഉപയോഗിക്കരുത്. ഡു യു ലൈക്ക് ലിവിങ് ഹിയർ? ഇവിടെ ജീവിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ് വി ഡു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വിൽ യു കം? നിങ്ങൾ വരുമോ? യെസ് വി മൈറ്റ്. അതെ ഞങ്ങൾ വന്നേക്കും. വരാൻ സാധ്യതയുണ്ട്. വാട്ട് വുഡ് യു ഡു ഇൻ മൈ സിറ്റുവേഷൻ? എൻ്റെ സാഹചര്യത്തിൽ നീ എന്ത് ചെയ്തേനെ? നീ ആയിരുന്നെങ്കിൽ എൻ്റെ സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ? ഇഫ് ഐ വേർ യു ഐ വുഡ് അപ്പോളജൈസ് ടു ഹെർ. ഇഫ് ഐ വേർ യു എന്നാൽ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഐ വുഡ് അപ്പോളജൈസ്. ഞാൻ മാപ്പ് ചോദിച്ചേനെ. ടു ഹെർ അവളോട് ഞാൻ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവളോട് മാപ്പ് ചോദിച്ചേനെ. ഈസ് ഇറ്റ് ഫോർ സെയിൽ? ഇത് വിൽപ്പനക്കുള്ളതാണോ? നോ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ സെയിൽ. ഇത് വിൽപ്പനക്കുള്ളതല്ല. ഡു യു വാണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? നിനക്ക് പ്രഭാത ഭക്ഷണം വേണോ? നോ വേണ്ട താങ്ക്സ്. ചോദിച്ചതിന് നന്ദി. ഐ ആം നോട്ട് ഹംഗ്രി. എനിക്ക് വിശക്കുന്നില്ല. ഹൂ ഡു യു ലിവ് വിത്ത്? ആരുടെ കൂടെയാണ് നീ ജീവിക്കുന്നത്? ഐ ലിവ് വിത്ത് മൈ പേരൻസ്. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഹാവ് യു ഗോട്ട് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്? നിനക്ക് സഹോദരന്മാരോ സഹോദരികളോ ഉണ്ടോ? ഹാവ് യു ഗോട്ട് എന്നാൽ ഉണ്ടോ എന്നുള്ള അർത്ഥമാണ്. നിനക്ക് സഹോദരന്മാരോ സഹോദരികളോ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? യെസ് അതെ. ഐ ഹാവ്. എനിക്ക് ഉണ്ട്. മൈ ബ്രദേഴ്സ് 22 ആൻഡ് മൈ സിസ്റ്റേഴ്സ് 16.
22 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരനും 16 വയസ്സു പ്രായമുള്ള ഒരു സഹോദരിയും എനിക്ക് ഉണ്ട്. വിച്ച് സ്പോർട്സ് ഡസ് ഹി പ്ലേ? ഏത് മത്സരക്കളികളാണ് അവൻ കളിക്കാറ്? ഹി സംടൈംസ് പ്ലേസ് ഗോൾഫ്. ചില സമയങ്ങളിൽ അവൻ ഗോൾഫ് കളിക്കാറാണ്. ഈസിൻറ്റ് ഇറ്റ് ടയറിങ്? ടയറിങ് എന്നാൽ ഇവിടെ ക്ഷീണിപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. മുഷിപ്പിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഇത് ക്ഷീണിപ്പിക്കുന്നതല്ലേ? യെസ്, അതെ. ഇറ്റ് ഈസ് വെരി ടയറിങ് ഇൻഡീഡ്. ഇത് തീർച്ചയായും വളരെ അധികം ക്ഷീണിപ്പിക്കുന്നതാണ്. ഐ ആം എക്സോസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ. എക്സോസ്റ്റഡ് എന്നാൽ ക്ഷീണിച്ച എന്നുള്ള അർത്ഥമാണ്. വെരി ടയേർഡ് എന്നുള്ള അർത്ഥം. ഐ ആം എക്സോസ്റ്റഡ്, ഞാൻ വളരെ അധികം ക്ഷീണിച്ചവനാണ്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ, ഓരോ ദിവസവും. ഹാവ് യു ഡിസൈഡഡ് യെറ്റ്? നീ ഇതുവരെ തീരുമാനിച്ചില്ലേ? യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഇത് ചോദ്യമാണ്. അപ്പോൾ നീ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലേ എന്നുള്ള അർത്ഥമാണ്. യെസ്, അതെ. വി വിൽ ഗോ ടു സ്പെയിൻ. ഞങ്ങൾ സ്പെയിനിലേക്ക് പോകും. ഡു യു ഹാവ് എ കാർ? നിനക്ക് ഒരു കാറുണ്ടോ? നോ, വി ഡോണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ഇല്ല. ആർ യു കിഡിങ്? നീ പരിഹസിക്കുകയാണോ അല്ലെങ്കിൽ കൊച്ചാക്കുകയാണോ? ഇതൊക്കെയാണ് അർത്ഥം. നോ, അല്ല. ഐ ആം സീരിയസ്. അതെ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്.